ഹലോ, എവിടെ? അങ്ങനെ നമ്മുടെ പാർട്ണറേയും തപ്പി പിടിച്ച് നേരെ ലോക്കൽ ട്രെയിനിൽ കയറി ഇനി ചെന്നൈയിലേക്ക്. അങ്ങനെ യാത്ര തുടർന്നു. ട്രെയിനിലെ ബിരിയാണിയുടെ മഹത്വം പറയണ്ടല്ലോ, യാത്ര ചെയ്തവർക്കറിയാം അതിന്റെ രുചി. അപ്പൊ അങ്ങനെ നമ്മുടെ പാർട്ണറെ നോക്കിയപ്പോൾ പാർട്ണർ എന്തോ കാര്യമായിട്ട് വായിക്കുകയാണ്, പിന്നെ ശല്യപ്പെടുത്തിയില്ല. പക്ഷെ ട്രെയിനിന്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇതൊക്കെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതാണ്ട TTR എത്തി. ലോക്കലിനകത്ത് ചെക്കിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുടെ അറിവിന് വേണ്ടിയാണ് കേട്ടോ, ലോക്കലിനകത്തും ചെക്കിംഗ് ഉണ്ട്. അപ്പോഴാണ് TTR പറയുന്നത് താങ്ക് യു സാർ. അവസാനം ഞാനും എൻ്റെ ചെരുപ്പുമായിട്ട് മേലെ എമ്മാതിരി പരിപാടി കാണിക്കരുതട്ടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെന്നൈക്കാണ് പോകേണ്ടത്. ഈ ട്രെയിൻ ആസാമിലേക്ക് പോകുന്ന ട്രെയിനാണ്. കുറച്ചുകൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ആസാമിൽ ഇരുന്നേനെ. 4 ദിവസത്തെ യാത്രയെ കഴിഞ്ഞിട്ട് വരായിരുന്നു. ട്രെയിനിൽ കയറിയപ്പോൾ ഒരു കോട്ടയംകാരനെ കിട്ടി, ഒരു ചുട്ടമംഗലക്കാരനെ കിട്ടി. അങ്ങനെ പിന്നെ തർക്കമായി. ഏറ്റവും നല്ല മലയാളം സംസാരിക്കുന്ന കോട്ടയാണെന്ന് അവര്. ഞങ്ങൾ പറഞ്ഞു ഏറ്റവും നല്ല മലയാളം സംസാരിക്കുന്നത് ഓണാട്ടുകാരക്കാരായ ഞങ്ങളാണ്. അപ്പം ആരാ നല്ല മലയാളം സംസാരിക്കുന്നതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ലോക ചർച്ചകളൊക്കെ ആയി. അങ്ങനെ ചർച്ചയൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും നേരെ ഒന്നും എടുത്തു. അങ്ങനെ നമ്മൾ തമിഴ്നാട് കയറി കേട്ടോ. അങ്ങനെ തമിഴ്നാട് കയറിയപ്പോഴത്തേക്കും പിന്നെ കൃഷിയുടെ കാഴ്ചകളായി. ഓൾറെഡി തമിഴ്നാടെന്ന് പറഞ്ഞാലേ കൃഷിയാണല്ലോ. അതുകൊണ്ട് ഈ പാട്ടൻ ടാങ്ക് പോലെ നിറച്ചിട്ടേക്കുന്ന ഡീസലായിരിക്കും. അപ്പം ഞാൻ നല്ല ഉറക്കമാണ്. എൻ്റെ കാഴ്ചകളാണ് നിങ്ങളാ കാണുന്നത്. ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ സ്വന്തം വക്കീലാണ്. വക്കീൽ അങ്ങനെ പാടശേഖരമല്ല, കൃഷിഭൂമിയുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് പകർത്തി വെച്ചേക്കുന്നത് എന്നെ സഹായിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ വീഡിയോ എടുത്ത് തന്ന വക്കീലിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. പ്രഭാതം പൊട്ടിവിടർന്ന് അറിഞ്ഞ് ഞാൻ മെല്ലെ ഉണർന്നു. അങ്ങനെ നമ്മുടെ വക്കീൽ എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റോടെ കിടന്നുറങ്ങാമെന്ന് ധരിച്ചു. അപ്പം വക്കീൽ വെളിയിലത്തെ വീഡിയോ ഒക്കെ എടുത്ത് പകർത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും രാവിലത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റി. അതൊരാശ്വാസം. അങ്ങനെ താണ്ടെ നമ്മളിപ്പം ഏകദേശം ചെന്നൈ എത്തി. കണ്ടതിൽ സന്തോഷം, പരിചയപ്പെടലിൽ സന്തോഷം. അപ്പൊ ശരി, ഇപ്പൊ കാണാം. പാകലം നേരെ വെളിയിൽ ഇറങ്ങി ചെന്നപ്പോഴാണ് നമ്മുടെ തിരുമേനി പറയുന്നത് ഇവിടെ നല്ല ആലു പൊറോട്ട അത് കഴിക്കാൻ. എന്തായാലും രാവിലെ ഇറങ്ങിയില്ലേ, എന്നാൽ പിന്നെ ആലു പൊറോട്ട കഴിച്ചിട്ട് നമുക്ക് പിരിയാന്ന് നമ്മുടെ വക്കീലും. പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ ചെന്നൈയിലെത്തി. ചെന്നൈയിലെ കാഴ്ചകളൊക്കെ ഞാൻ കണ്ടു. ആദ്യമായിട്ടാണ് ഞാൻ ചെന്നൈയിൽ വരുന്നത്. നേരത്തെ ചെന്നൈയിൽ വരാൻ പറ്റിയിട്ടില്ല. ഒരുപാട് സിനിമകളിലൊക്കെ റെയിൽവേ സ്റ്റേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു വരവിൽ ഞാൻ എക്സൈറ്റ്മെന്റും ഉണ്ട്. കാരണം ചെറുപ്പത്തിലെ ഒരുപാട് സിനിമ കാണുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളതാണ്. കൂടുതലും തമിഴ് സിനിമകളാണ് കേട്ടോ. അങ്ങനെ താണ്ട ചെന്നൈ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴാണ് ജനസാഗരം. ഇത്രയും തിരക്കുണ്ടോയെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. നമുക്ക് ആലുവ പൊറോട്ട. അയ്യേ, ആലുവ പൊറോട്ട അല്ല, ആലു പറാത്ത. ഇറ്റ്സ് എ നോർത്ത് ഇന്ത്യൻ ഡിഷ്. അല്ലല്ല, ആലു പറാത്ത നമ്മുടെ നോർത്ത് ഇന്ത്യൻ. ആലു പൊറോട്ട നോർത്ത് ഇന്ത്യൻ ആണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വെറൈറ്റി അല്ലേ, വെറൈറ്റി ഫുഡുകൾ കഴിക്കാന്നുള്ളത് നമ്മുടെ ഒരു രീതി ആയതുകൊണ്ട് പിന്നൊന്നും നോക്കാതെ തന്നെ ചാടി ഹോട്ടലിലേക്ക്. അങ്ങനെ അവിടെ ചെന്നപ്പം അത്യാവശ്യം നീറ്റായിട്ടുള്ള ഹോട്ടലൊക്കെയാണ്. പിന്നെ തമിഴ്നാട് ആയതുകൊണ്ട് അതിന്റെ അനുസരിച്ചുള്ള നീറ്റ്നെസ് ഒക്കെ നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെയാണ്ട് ആലു പൊറോട്ടയ്ക്ക് 50 രൂപ, 2 പൊറോട്ട 8 കറി. അങ്ങനെയാണ്ട് ആലു പൊറോട്ട എത്തി. കാണാനൊക്കെ ഒരു കളർഫുള്ളൊക്കെ ഉണ്ട് കേട്ടോ. തൈര് എന്നാ പിന്നെ അടിച്ചേക്കാം. അങ്ങനെ താണ്ടെ ആലു പൊറോട്ട എടുത്ത് കറിയിൽ മുക്കി, നമ്മുടെ തൈരിലും ഒന്ന് മുക്കി നേരെ അടിച്ചേക്കാം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തിട്ടുള്ളവർ അഭിപ്രായവും പറയുക. പൊറോട്ടയൊക്കെ വെച്ച് ഞങ്ങൾ വിട്ടു. അങ്ങനെ നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അങ്ങനെ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ നമ്മുടെ AC വെയിറ്റിംഗ് ഹാൾ ഉണ്ടല്ലോ, അതിനകത്തോട്ട് കയറാം. ഇവിടെ ആകുമ്പോൾ ഫ്രഷപ്പ് ആവാനൊക്കെ ഉള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ടല്ലോ. അങ്ങനെയാണ്ട് നേരെ ഉള്ളിലേക്ക്. ഇവിടെ കയറിയപ്പോൾ എല്ലാ അറേഞ്ച്മെന്റ്സും ഉണ്ട് കേട്ടോ. ഇവിടെ അകത്തൊരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഫ്രഷപ്പ് ഒക്കെ ആയിട്ടും സെറ്റ് ആവാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.